തീരുമാനിച്ചോ? ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് മാങ്ങാ ചമ്പത്തി തരുന്നു. മാങ്ങയും തേങ്ങയും. ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ആ പെണ്ണെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പാർട്ടിക്കാർ അംഗീകരിക്കല്ലേ ഉള്ളൂ. ഒരു തല്ല് നടന്നു എന്നുള്ളതല്ലാതെ ആ പെണ്ണവിടെ വന്ന കാര്യങ്ങളൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലേ? എങ്ങനെ അറിയാനാ? തമ്പിലുള്ള ആൾക്കാരെ ജയനും തൊഴിലാളികളും ചേർന്ന് ഇടിച്ച് ചമ്മന്തി ആക്കുന്നത് കണ്ടപ്പോ പെണ്ണും പിടക്കോഴിയും എല്ലാം ഓടടാ ഓട്ടം. വിഷമിക്കാനൊന്നുമില്ല. ഈ ലോകത്ത് ജീവിക്കാനുള്ള അടവുകളും അഭ്യാസങ്ങളും അറിഞ്ഞുകൂടാത്തോണ്ടാണ് അങ്ങോട്ട് എതിർക്കുന്നത്. ബട്ട് ഈസ് എ നൈസ് ബോയ്. സോ ബ്ലഡി വാട്ട്? ഒരു വിവാഹം കഴിച്ചാൽ കുറെയൊക്കെ ബാധ്യതകളുണ്ടാവും. ബാധ്യതകൾ കൂടുമ്പോഴാണല്ലോ തത്വശാസ്ത്രങ്ങൾ കാറ്റിൽ പറക്കുക. അവന്റെ അമ്മ അവനൊരു കല്യാണക്കാര്യം പറയാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. എന്നിട്ടും വിവാഹക്കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അവൻ മെനക്കെട്ടില്ല. ഈ ചെള്ളപ്പൻ പിള്ളയുടെ ക്ലിക്കിൽ വീഴാത്ത, ചാക്കിൽ കയറാത്ത ഒറ്റ നേതാവ് പോലും ഈ രാജ്യത്തില്ല. എന്നല്ലേ സഹാവ് ജയരാജ്. ഏതായാലും ഞാനത് ഉപദേശിക്കട്ടെ. വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. ഭവാനി, ഒരു ചമ്മന്തി അടയ്ക്കേ. പിണ്ടി ഉണ്ടല്ലോ, റാവൽ പിണ്ടി. 1938 ഞാൻ അവിടെ വെച്ച് എടുത്തതാണ് ഈ ഫോട്ടോ. വേൾഡ് വാറിൽ ഉണ്ണിത്താന്റെ ഉണ്ട ഒന്നുപോലും പിഴച്ചിട്ടില്ല. ഉണ്ണിത്താൻ റൈഫിൾ എടുത്താൽ എതിർ സൈന്യത്തിന്റെ ബറ്റാലിയൻ വാഷ് ഔട്ട് ആകുമെന്ന് കമാൻഡന്റ് ഗ്ലെനിറ്റൻ സാഹിബ് എന്നോട് പറഞ്ഞു. അല്ല, അതൊക്കെ അന്നത്തെ ഒരു കാലം. ദാസ്പൂരിൽ 48 ക്യാമ്പായിരുന്ന സമയം. എന്നാ ഞങ്ങൾ അറിഞ്ഞട്ടെ. ഓ ശരി. 14, 15, 16, 17, 18, 19, 20, 21, 22, 23. എന്താ കുറുപ്പേട്ട പതിവില്ലാതെ ഈ സ്ഥലത്തൊക്കെ? സൗമ്യൻ എന്നെ വീട്ടിലിരുത്തുന്നില്ല. ഇരിക്കും. എന്താ കാര്യം? ഏതെങ്കിലും ഒരു കോലഞ്ചേരി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഒരു പെണ്ണ് വിവാഹപ്രായമായാൽ പെണ്ണിന്റെ അപ്പനും അമ്മയും കവലയിൽ ഔസേപ്പച്ചനെ പോയി കാണും. ഒരു കോലഞ്ചേരി നായരുടെ വീട്ടിൽ ഒരു പെണ്ണ് വിവാഹപ്രായമായാൽ നേരെ വന്ന് ഉണ്ണിത്താൻ അദ്ദേഹത്തിനെ കാണും. അതല്ലേ നാട്ടു നടപ്പ്. പൂർണിമ കുട്ടിക്ക് അതിനിപ്പോ കല്യാണപ്രായമൊന്നും ആയില്ലല്ലോ. അവള് പഠിക്കല്ലേ? പെമ്പിള്ളേര് പഠിച്ചു പാസ്സായിട്ട് എന്തിനാണ് സൗമ്യയുടെ ചോദ്യം. ഉണ്ണിത്താൻ ഒരു കാര്യം ചെയ്യും, അവക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. പഞ്ഞിപ്പറമ്പത്ത് പെൺകൊച്ചിന് ഒരു ചെക്കനെ കിട്ടാനാ പാട്. എന്താ തറവാട്, എന്താ പാരമ്പര്യം. തറവാട്ട് മഹിമ കൊണ്ട് മാത്രമായോ ഉണ്ണിത്താന്? എത്രയോ കല്യാണങ്ങൾ നടത്തി ശീലിച്ചവനാ ഈ മിലിറ്ററി ഉണ്ണിത്താൻ. ഇപ്പോഴത്തെ ആമ്പിള്ളേരൊക്കെ പുരോഗമന ചിന്താഗതിക്കാരാ. പണവും സ്ത്രീധനവും നോക്കുന്നവരൊക്കെ വെറും കൺട്രികളായിരിക്കും. അണ്ടിയോട് അടുക്കുമ്പോ മാത്രമേ പൊളിപ്പ് മനസ്സിലാവൂ. കുറുപ്പേട്ടനൊന്നും മിണ്ടാതിരിക്കും. ഒറ്റ ആഴ്ചക്കകം ഈ മിലിറ്ററി ഉണ്ണിത്താൻ പിഡിഗ്രി കാർഡുള്ള ഒരു ചെക്കന്റെ തലക്കുറിയും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. എന്താ ഫൗസിയ ഒരു ക്ഷീണം പോലെ? ഫൗസിയ ബീഗത്തിന് നിന്റെ ഇക്കാള് മോശമല്ലല്ലോ. ശരി, പിന്നെ കാണാം. അതാ കുട്ടപ്പൻ വരുന്നുണ്ട്, സുന്ദര കുട്ടപ്പൻ. അവൻ ആള് മഹാപശക. ഇവിടുത്തെ എല്ലാ ന്യൂസും മെൻസ് ഹോസ്റ്റലിൽ എത്തിക്കുന്ന അവനാ. കുട്ടപ്പൻ നാളെ സുന്ദരനായിരിക്കുന്നല്ലോ. 1-2 കൂടെ കിളിത്തിട്ടുണ്ട്. അങ്ങനെ കളിയാക്കരുത്. കുട്ടപ്പനോട് വരുമ്പോഴേ എന്തോരം മുടിയുണ്ടായിരുന്നു അറിയാവൂ. എന്നിട്ട് ഇപ്പോഴെന്താ ഇങ്ങനെ? 10-12 വർഷമായിട്ട് പലതരത്തിലുള്ള പെമ്പിള്ളാർ ഇങ്ങനെ കണ്ടു വർഷം തോറും കുറേശ്ശെ മുടി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുകയല്ലേ. എല്ലാരും ഒന്ന് ചിരിച്ചേ. കുട്ടപ്പഞ്ചേട്ടന്റെ ഒരു വിറ്റ്. ഒരു കത്തുണ്ട്. വാങ്ങിച്ചോടി റീത്തെ, നീയല്ലേ ഈ കോളേജിലെ റൊമാൻറ്റിക് ഹീറോയിൻ. പക്ഷെ ഇത് നമ്മുടെ റീത്ത കുട്ടിക്ക് അല്ല. പിന്നെ നമ്മുടെ പുതിയ കൊച്ചിന്. മിസ് പൂർണിമ കുറുപ്പ്, ഫസ്റ്റ് BDC D ബാച്ച്, സെന്റ് പീറ്റേഴ്സ് കോളേജ്, കോലഞ്ചേരി. എനിക്കോ? പിന്നല്ലാണ്ട് ആർക്കാ? സുന്ദരി കൊച്ചല്ലേ. ഇനി എത്ര എണ്ണം വരാനിരിക്കുന്നു. എന്നാ പിടി. ആരുടെ പൂർണിമ? എനിക്കെങ്ങനെ അറിയാം? എടുക്കടി, നമുക്ക് വായിക്കാം. വേണ്ട വേണ്ട, പിന്നെ വായിക്കാം. എന്താടി രഹസ്യമായിട്ട് വെക്കുന്നത്? വല്ല പ്രേമലേഖന മറ്റാണോ?
അല്ല, പ്രേമലേഖനാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം. അതാ ഇവിടുത്തെ രീതി. ആരാ എനിക്ക് ലവ് ലെറ്റർ അയക്കാൻ? ഹരികുമാർ സാറ് വന്നിട്ടുണ്ട്. ക്ലാസ്സില്ലാന്ന് വിചാരിച്ച് ഇരുന്ന് സുഖിക്കണ്ട. വാ വാ. ഭദ്രൻ, താനെന്താ ക്ലാസ്സിൽ? ചുമ്മാതെ ഗെറ്റ് ഔട്ട്. അല്ല, ഈ പുതിയ PDC പെമ്പിള്ളാരെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. കണ്ടു, ഇനി പൊയ്ക്കോളാം. ഐ സേ യു ഗെറ്റ് ഔട്ട്. സാറ് പറഞ്ഞ കേട്ടില്ലേ? വന്നേ വന്നേ. പറഞ്ഞു എന്തുണ്ട് ആ റെഡ് സ്പോട്ട് കളിക്കിട്ടുണ്ട്, കളിക്കിട്ടുണ്ട്. വാണശബികളെ എന്തുട്ട് ക്ലാസ് ആരണ്ടത് ആൾക്കാർ ഇത്ര ധൈര്യമായിട്ട് വന്ന് കേറിയേ ഉള്ളൂ. എന്നിട്ടേ ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ, ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. എന്താ കൂവൽ നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടോ? നിനക്ക് നടക്കട പറ്റേ സോറി, നടക്കട ജ്യൂസ്. നീ എന്തൊട്ട് ക്ലാസ് മാങ്ങത്തുലി ക്ലാസ്. എന്താ പോന്നു? കമ്മ്യൂണിസ്റ്റ്? വാട്ട്സ് റോങ് വിത്ത് യു? എന്താ കുട്ടി? വല്ലാത്ത തലവേദന. യു കൻ ഗോ. എന്റെ ജീവന്റെ ജീവനായ പൂർണിമ, എന്താ പൂർണിമ? എന്ത് പറ്റി? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. ഇന്നെന്താ സമരാണോ? 7ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടി മരിച്ചു. ഏതോ മന്ത്രിയുടെ കാറ് കെട്ടിയിട്ടെന്നാ കേട്ടെ. ഏത് കുട്ടിയാ? എനിക്കറിയില്ല. എന്താടി നേരത്തെ മന്ത്രിയുടെ കാറ് ആ വഴി വന്നോ? എന്താടി മുഖം വല്ലാണ്ട്? വല്ലാത്ത തലവേദന, അവധിയെടുത്ത് പോകുന്നു. കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം. മന്ത്രിമാരുടെ കാറ് വല്ലതും ദൂരേന്ന് വരുന്ന കണ്ട മോള് മാറിക്കണേ. അപ്പുവേ, എന്താണ്? അടുക്കളയിൽ ജീരേറ്റിന്നില്ലേ ചില്ലറ കാണും. എടുത്തോണ്ട് പോയി 2 അനാസിൻ വാങ്ങിച്ചോണ്ടൊന്ന് കൊടുക്ക. എന്താടി വല്ല പ്രേമലേഖനം മറ്റാണോ? കോളേജിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് സംസാരിച്ചു എന്നറിഞ്ഞാൽ അന്നത്തോടെ ഞാൻ നിന്റെ പഠിത്തം നിർത്തും.